ഈ പൊന്നുമോളെ ഒരു തവണ പോലും നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഇവളുടെ പുഞ്ചിരിക്കുന്ന ഈ മുഖം മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ വെറുമൊരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല. സമീപകാലങ്ങളിലായി എത്രയെത്ര കുഞ്ഞു ജീവനുകളാണ് ഇതുപോലെ പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഇനിയെങ്കിലും ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അതിനായി ഓരോ രക്ഷിതാക്കളും തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത്. ഇല്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും ഇങ്ങനെയൊരു ദുർവിധി അനുഭവിക്കേണ്ടി വരും. കൂട്ടുകാരികളുമൊത്ത് കളിച്ച് ചിരിച്ച് ഉല്ലസിക്കാൻ ഇനി തൃതീയ മോളില്ല. കുഞ്ഞനിയൻ ലക്കിയെ കളിപ്പിക്കാനും ഇനി അവൾ ഉണ്ടാകില്ല. തൃതീയ മോളുടെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അധ്യാപകരും സഹപാഠികളും ഉൾപ്പെടെ നാടൊന്നാകെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. തൃതീയയുടെ ക്ലാസ് ടീച്ചർ സിജിക്കായിരുന്നു കൂടുതൽ സങ്കടം. കാരണം ടീച്ചർക്ക് പൂക്കളുമായായിരുന്നു തൃതീയ മോൾ എന്നും സ്കൂളിലേക്ക് എത്തിയിരുന്നത്. മകളെ ഓർത്ത് അലമുറയിട്ട് കരയുന്ന അമ്മ രജിതയെയും അച്ഛൻ കൃഷ്ണദാസിനെയും ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളും അയൽവാസികളുമെല്ലാം പാടുപെടുന്ന കാഴ്ചയായിരുന്നു അവിടെ കാണാനായത്. എരുമയൂർ സെന്റ് തോമസ് മിഷൻ LP സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയായ തൃതീയ മോൾക്ക് നാട് വിട ചൊല്ലിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട ശേഷം തൃതീയയുടെ വീട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ബസ്സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ്സിടിച്ചായിരുന്നു 6 വയസ്സുകാരിയുടെ മരണം സംഭവിക്കുന്നത്. തൃതീയ ബസ്സിന് മുന്നിലൂടെ കടന്നുപോയത് ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. മുൻചക്രം ഇടുപ്പിലൂടെ കയറി ഗുരുതരാവസ്ഥയിലായ കുട്ടിയെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അർദ്ധരാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറുടെ സഹായി ഈ സ്റ്റോപ്പിലിറങ്ങിയ 3 കുട്ടികളെ റോഡിനരികിലേക്ക് മാറ്റി നിർത്തിയിരുന്നു. ഇതിനുശേഷമാണ് ബസ് മുന്നോട്ടെടുത്തത്. ഇതിനിടെ തൃതീയ ബസ്സിന് മുന്നിലൂടെ പോകുന്നത് ഡ്രൈവർ ശ്രദ്ധിക്കാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. നിരവധി തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടും ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഏറെ ആശങ്കയ്ക്കിടയാക്കുന്ന ഒന്നുതന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കുന്നതിന് നിരവധി സംവിധാനങ്ങൾ നിലവിലുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ പ്രാവർത്തികമാക്കാൻ സ്കൂൾ അധികാരികളോ സർക്കാരോ ഇതുവരെയും ഒരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല. ഇതുകൂടാതെ ഇത്തരം അപകടങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടതും അത്യാവശ്യമാണ്. ബസ്സിൽ നിന്നിറങ്ങി വാഹനം പോയതിനു ശേഷം മാത്രം റോഡ് മുറിച്ചു കിടക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക. ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിയുമെങ്കിൽ ഇവിടെ പങ്കുവയ്ക്കുക. കാരണം ഒരുപക്ഷെ ഇത് വായിക്കുന്ന മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടേക്കാം. എന്തായാലും തൃതീയ മോളുടെ ഈ ദാരുണമായ മരണം വളരെ ഞെട്ടലുളവാക്കുന്ന ഒന്നു തന്നെയാണ്. ഈ തീരാ നഷ്ടം സഹിക്കാനുള്ള കരുത്ത് അവളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.